മൈഥിലി താക്കൂർ 2000 ജൂലൈ 25 ബീഹാറിലെ മിഥില പ്രദേശത്ത് മധുബനി ജില്ലയിലെ ബെനിപ്പട്ടി എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ഒരു സാധാരണ കുടുംബത്തിൽ. പിതാവ് രമേശ് ഠാക്കൂർ സംഗീത അധ്യാപകനായിരുന്നു. ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് പ്രചോദനമായ, അവരുടെ ആരാധനയ്ക്കും വാത്സല്യത്തിനും പാത്രമായ മൈഥിലിയെ എത്ര ശ്രമിച്ചാലും എക്കാലത്തേക്കും അവഗണിക്കാനാവില്ല. നമസ്കാരം, റെസ്പോൺസ് കേരള ന്യൂസിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തയായ ഫോക്ക് ഭജൻ ഗായിക കേരളത്തിലുണ്ട്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് പാലക്കാട് കണ്ണാടിയിലെ ക്ഷേത്രത്തിലും പിന്നീട് ഗുരുവായൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തുകയും ഭജന അർപ്പിക്കുകയും ചെയ്തിട്ടുമുണ്ട്. പക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള അവരുടെ കേരള സന്ദർശനത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ അവർക്ക് പിന്നാലെ പോയിട്ടില്ല. അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ അന്ധമായ രാഷ്ട്രീയ പക്ഷപാതിത്വം ആയിരിക്കാം. കാരണം അവർ രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഗായിക എന്നതിലുപരി ബീഹാറിലെ BJPയുടെ MLA കൂടിയാണ്. പറഞ്ഞു വരുന്നത് ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം വഴി വെട്ടിത്തെളിച്ച് മുന്നേറി വന്ന മൈഥിലി ഠാക്കൂറിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ചു ദിവസമായി അവർ കേരളത്തിലുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുകയും അവിടെ സംഗീതാർച്ചന ചെയ്യുകയും ചെയ്തിട്ടുമുണ്ട്. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും മൈഥിലി ഭജൻ അവതരിപ്പിച്ചു. BJPയുടെ MLA ആണെങ്കിലും മൈഥിലിയുടെ ചടങ്ങുകളിൽ ഒരിടത്തും യാതൊരു രാഷ്ട്രീയ ചിഹ്നങ്ങളോ സംസാരമോ അവർ നടത്തിയിട്ടില്ല. ഇവിടെ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, വേടനെ പോലുള്ള കലാകാരന്മാർ പോലും തങ്ങളുടെ വേദി പച്ചയായ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന കാലഘട്ടമാണ് എന്ന് ഓർക്കണം. മൈഥിലിയെ കാണാൻ വന്നതും രാഷ്ട്രീയക്കാരായിരുന്നില്ല. സദസ്സ് നോക്കിയാൽ കാണാം കൂടുതലും സ്ത്രീകളാണ്, അമ്മമാരും അമ്മൂമാരുമാണ്. മൈഥിലി അവരോട് സംവദിച്ചതും ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും ആ പാരമ്പര്യത്തെക്കുറിച്ചും അതിന്റെ സംഗീതത്തെക്കുറിച്ചുമാണ്. എന്നാൽ മൈഥിലി ഇപ്പോൾ കേവലം ഒരു ഗായിക മാത്രമല്ല എന്നതും മറക്കാനാവില്ല. ബീഹാറിലെ അലിനഗറിൽ നിന്നുള്ള BJP ജനപ്രതിനിധി കൂടിയാണ്. അതായിരിക്കാം ഒരു പക്ഷേ മാധ്യമങ്ങൾ മൈഥിലിയെ അവഗണിക്കാൻ കാരണവും. പക്ഷേ ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് പ്രചോദനമായ, അവരുടെ ആരാധനയ്ക്കും വാത്സല്യത്തിനും പാത്രമായ മൈഥിലിയെ എത്ര ശ്രമിച്ചാലും എക്കാലത്തേക്കും അവഗണിക്കാനാവില്ല. കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP മൈഥിലിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോഴും രാജ്യത്തെ BJP വിരുദ്ധ മാധ്യമങ്ങൾക്കൊപ്പം കേരളത്തിലെ മാധ്യമങ്ങളും അവർക്കെതിരെ വാർത്തകൾ നൽകിയിരുന്നു. ജനപ്രതിനിധിയാവാൻ ഒട്ടും പക്വതയില്ലാത്ത, പരിചയമില്ലാത്ത ചെറിയ കുട്ടി എന്ന രീതിയിലാണ് അവരെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചത്. എന്നാൽ 2015 വരെ രാഷ്ട്രീയ ജനതാദൾ വിജയിച്ചിരുന്ന അലിനഗറിൽ 2020 കഷ്ടിച്ച് വിജയിച്ചിരുന്ന NDA സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിൽ 11,000-ത്തിലധികം വോട്ടുകൾക്കാണ് മൈഥിലി RJD സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. രാജ്യത്ത് സുഷമ സ്വരാജ് കഴിഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ MLA എന്ന റെക്കോർഡും മൈഥിലി സ്വന്തമാക്കുകയുണ്ടായി. ഈ വീഡിയോയിൽ മൈഥിലിയുടെ ഇതുവരെയുള്ള ജീവിതയാത്രയിലേക്ക് കൂടി നമുക്കൊന്ന് പോയി നോക്കാം. മൈഥിലി താക്കൂർ 2000 ജൂലൈ 25 ബീഹാറിലെ മിഥില പ്രദേശത്ത് മധുബനി ജില്ലയിലെ ബെനിപ്പട്ടി എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ഒരു സാധാരണ കുടുംബത്തിൽ. പിതാവ് രമേശ് ഠാക്കൂർ സംഗീത അധ്യാപകനായിരുന്നു. അവരുടെ ഭാഷയായ മൈഥിലി തന്നെയാണ് അദ്ദേഹം തന്റെ മകളുടെ പേരായി തിരഞ്ഞെടുത്തത്. ചെറുപ്പം മുതൽ തന്നെ സംഗീതത്തോട് അടങ്ങാത്ത പ്രേമമായിരുന്നു മൈഥിലിക്ക്. ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതവും ഫോക്ക് സംഗീതവും ഭജനുകളും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി. പിതാവിന്റെ ശിക്ഷണത്തിൽ അവർ സംഗീതം പഠിച്ചു. ഹിന്ദി, മൈഥിലി, ഭോജ്പുരി തുടങ്ങിയ ഭാഷകളിൽ അവർ ഗാനങ്ങൾ ആലപിച്ചു. എന്നാൽ ജീവിതം എപ്പോഴും സുഗമമായിരുന്നില്ല. മൈഥിലി താക്കൂർ CTVയിലെ സരിഗമപ, സോണിയിലെ ഇന്ത്യൻ ഐഡൽ തുടങ്ങിയ പ്രശസ്ത റിയാലിറ്റി ഷോകളിൽ ഓഡിഷന് പോയി. പക്ഷെ അവിടെ നിന്ന് റിജക്ട് ചെയ്യപ്പെടുകയായിരുന്നു. കാരണം മൈഥിലി ട്രഡീഷണൽ ആയി മാത്രമാണ് പെർഫോം ചെയ്യാൻ ശ്രമിച്ചത്. ആ നിരാശകൾ അവരെ തളർത്തിയില്ല, പകരം അവരെ കൂടുതൽ ശക്തയാക്കുകയായിരുന്നു ചെയ്തത്. ആ റിജക്ഷനുകൾക്ക് ശേഷം മൈഥിലി യൂട്യൂബിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും തിരിഞ്ഞു. മൈഥിലിയും സഹോദരങ്ങളും ചേർന്ന് സമൂഹ മാധ്യമങ്ങളിൽ പാട്ടുകൾ പാടി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. മൈഥിലി ഹാർമോണിയത്തിൽ വിരലുകൾ ചേർത്ത് പാടിയപ്പോൾ സഹോദരങ്ങളായ അയാച്ചി ഠാക്കൂറും ഋഷാവ് താക്കൂറും പക്കമേളമൊരുക്കി. അവരുടെ കുട്ടിത്തവും പാട്ടുകളിലെ വൈവിധ്യവും പെട്ടെന്ന് തന്നെ വൈറലായി. അവരുടെ ഭജനുകളും ഫോക്ക് ഗാനങ്ങളും ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ചു. ഇൻസ്റ്റഗ്രാമിൽ 80 ലക്ഷത്തിലധികം ഫോളോവേഴ്സ്, ഫേസ്ബുക്കിൽ 1.5 കോടിയിലധികം ഫോളോവേഴ്സ്. വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ശബ്ദത്തിന്റെ മാധുര്യം ലോകമെമ്പാടും പ്രചരിച്ചു. ഭക്തിഗാനങ്ങൾക്കൊപ്പം സാംസ്കാരിക പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഗാനങ്ങളാണ് മൈഥിലി ആലപിച്ചത്. മൈഥിലി താക്കൂറിന്റെ സംഗീതം യുവാക്കളെ പോലും ഭക്തിയിലേക്കും സംസ്കാരത്തിലേക്കും ആകർഷിച്ചു. അവരുടെ യാത്ര ഒരു സംഗീതജ്ഞയുടേത് മാത്രമായിരുന്നില്ല, ഒരു സാംസ്കാരിക പ്രതിനിധിയുടേത് കൂടെയാണ്. ബീഹാറിന്റെ മൈഥിലി സംസ്കാരത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയ അവർ യുവതലമുറയ്ക്ക് മാതൃകയായി. പക്ഷേ മൈഥിലിയുടെ ജീവിതം അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് തിരികുകയായിരുന്നു. 2025 25-ാം വയസ്സിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ടിക്കറ്റിൽ ബീഹാറിലെ അലിനഗർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു. അനുഭവമില്ലാത്ത യുവതിയെന്ന് വിമർശകർ പരിഹസിച്ചു. പ്രായം കുറവാണെന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളഞ്ഞു. എന്നാൽ മൈഥിലി തന്റെ സംഗീതത്തിലൂടെയും ജനസമ്പർക്കത്തിലൂടെയും ജനങ്ങളെ കീഴടക്കുകയായിരുന്നു. രാഷ്ട്രീയ ഭീമനായ RJDയുടെ ബിനോദ് മിശ്രയെ 11,730 വോട്ടുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത്.
ഈ വിജയം ഒരു സാധാരണ സംഭവമല്ല, ഇത് യുവാക്കളുടെ ശക്തിയുടെ തെളിവാണ്. മൈഥിലി താക്കൂർ പറയുന്നത് പോലെ പ്രായം ഒരു തടസ്സമല്ല, അതൊരു ശക്തിയാണ്. അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ, ആരോഗ്യ സൗകര്യങ്ങൾ, സാംസ്കാരിക സംരക്ഷണം എന്നിവയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അടുത്തിടെ അലിനഗർ മണ്ഡലത്തിന്റെ പേര് സീതാനഗർ എന്നാക്കി മാറ്റാനുള്ള വാഗ്ദാനവും അവർ നൽകി. ബീഹാറിന്റെ സാംസ്കാരിക പൈതൃകത്തെ ഉയർത്തിക്കാട്ടി. MLA ആയ ശേഷം അവർ നിയമസഭയിലും സജീവമായിരുന്നു. ആരോഗ്യ കേന്ദ്രങ്ങളുടെ ദയനീയാവസ്ഥയെക്കുറിച്ച് സ്വന്തം പാർട്ടിയുടെ മന്ത്രിയോട് തന്നെ ചോദ്യം ചോദിച്ചു. ആശുപത്രികളിലെ ഡോക്ടർമാരുടെ കുറവ്, രോഗികളുടെ പ്രശ്നങ്ങൾ, ഇവയെല്ലാം അവർ ഉന്നയിച്ചു. ഇത് ധൈര്യത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും ഉദാഹരണമായിട്ട് കാണാവുന്നതാണ്. മൈഥിലി താക്കൂറിന്റെ ജീവിതം നമുക്ക് പല പാഠങ്ങളും തരുന്നുണ്ട്. ഒന്നാമത്, പരാജയങ്ങളിൽ തളരരുത്, അവയെ പടികളാക്കി മാറ്റണം. സംഗീത ഷോകളിൽ നിന്ന് നിരസിക്കപ്പെട്ടപ്പോൾ അവർ നിരാശപ്പെട്ടില്ല, പകരം സ്വന്തം വഴി കണ്ടെത്തി. യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഉപയോഗിച്ച് ലോകത്തെ കീഴടക്കി. ഇത് നമ്മുടെ യുവാക്കൾക്ക് ഒരു സന്ദേശമാണ്. ഡിജിറ്റൽ യുഗത്തിൽ അവസരങ്ങൾ നമ്മുടെ കൈപ്പിടിയിലാണ് എന്ന സന്ദേശം. രണ്ടാമത്, ഇന്നത്തെ യുവത്വം സംസ്കാരവും ആധുനികതയും സമന്വയിപ്പിക്കേണ്ടതാണ് എന്ന് മൈഥിലി ഭജനുകൾ ആലപിക്കുമ്പോൾ ഇത് പഴമയുടെ മാത്രമല്ല യുവത്വത്തിന്റെ ഊർജ്ജവും ചേർത്താണെന്നും അവർ പറഞ്ഞു. ബീഹാറിന്റെ ഫോക്ക് സംഗീതത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി. അവർ സാംസ്കാരിക ഉണർവിന് നേതൃത്വം നൽകി. മൂന്നാമതായി, യുവാക്കൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കണമെന്നും ഇന്ത്യയിൽ രാഷ്ട്രീയം പ്രായമായവരുടെ മാത്രമാണെന്ന ധാരണ മാറ്റേണ്ടതുണ്ട് എന്നും മൈഥിലി 25-ാം വയസ്സിൽ MLA ആയി യുവാക്കളുടെ ശബ്ദം നിയമസഭയിൽ മുഴകിക്കൊണ്ട് പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം ഇവയെല്ലാം യുവാക്കളെ ബാധിക്കുന്ന വിഷയങ്ങൾ. അവരുടെ പോലെ തന്നെ യുവതലമുറയും രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്നും മൈഥിലി പറഞ്ഞു. നാലാമതായി, സ്ത്രീ ശാക്തീകരണം. ഒരു യുവതി ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് സംഗീതത്തിലൂടെയും രാഷ്ട്രീയത്തിലൂടെയും ഉയരങ്ങൾ കീഴടക്കി. ഇത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് പെൺകുട്ടികൾക്ക് പ്രചോദനമാവുകയാണ്. സ്വപ്നങ്ങൾ കാണുക, അവയ്ക്ക് വേണ്ടി പോരാടുക. മൈഥിലി ഠാക്കൂറിന്റെ ജീവിതം ഒരു യാത്രയാണ്. സംഗീതത്തിന്റെ താളത്തിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ വേദിയിലേക്ക്. അവരുടെ ഭജനുകൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. ബീഹാറിന്റെ ആരോഗ്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവർ പോരാടി നിൽക്കുന്നു. ഇത് ജനങ്ങളുടെ ജീവിതമാകെ മാറ്റുന്നു. യുവത്വത്തെ ഇത്രയേറെ പ്രചോദിപ്പിച്ച ഒരു കലാകാരി കേരളത്തിൽ സന്ദർശനം നടത്തിയപ്പോൾ കേവല രാഷ്ട്രീയ വൈരമോ അവർക്ക് വിസിബിലിറ്റി നൽകിയാൽ അത് BJPക്ക് നേട്ടമാകുമോ എന്നെല്ലാം ശങ്കിച്ച് അവഗണിച്ച മാധ്യമങ്ങൾ ചെയ്തത് വളരെ മോശമായി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇല്ലെങ്കിലും മൈഥിലി ഇത്തരം വ്യവസ്ഥാപിത മാധ്യമങ്ങളുടെ പരിലാളനയിലല്ല, മറിച്ച് അവരുടെ അവഗണനകളെ അതിജീവിച്ചാണ് എക്കാലവും വിജയിച്ചത്. നഷ്ടം മലയാളി പ്രേക്ഷകർക്ക് മാത്രമാണ്. എന്തായാലും മൈഥിലി എപ്പോഴും പറയുന്ന 2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. സംസ്കാരത്തെ സ്നേഹിക്കുക, സമൂഹത്തെ സേവിക്കുക. അതിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് വളർച്ചയുള്ളൂ. അല്ലാത്തതെല്ലാം പുരോഗതി എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിനാശത്തിലേക്കുള്ള പാതകൾ മാത്രമാണ്. ഇത് നമ്മളൊക്കെ ഓർത്തു വെക്കേണ്ട മൈഥിലിയുടെ വാക്കുകൾ.